നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ ഭഗവാനെ, എന്തായി കാണുന്നേ? എന്ത് പറ്റിയതാണ്? പറയാൻ ചന്ദ്രേട്ടാ, പ്ലീസ് പ്ലീസ് ഒച്ച വെക്കല്ലേ, ആരെ അറിയിക്കരുത് പ്ലീസ്. പറയടാ, എന്നോട് സത്യം പറ. എന്ത് പറ്റി നിനക്ക്? സത്യം പറയണം നീ. എടാ പറയാൻ. എന്റെ ഭഗവാനെ, പൂജാമുറിയിലെ കിണ്ടിയും വെള്ളവും പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഈശ്വരൻ അപ്പോഴേ എനിക്ക് കാണിച്ചു തന്നതാ. പക്ഷെ നീ വന്ന് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറ്റിയില്ലല്ലോന്ന് ഞാൻ ആശ്വസിച്ചു. എന്നിട്ട് മറച്ചു പിടിച്ചിരിക്കായിരുന്നല്ലേ എന്നോട് പറയാതെ. എനിക്കറിയണം സത്യം എന്താണെന്ന് പറ. എടാ പറയാൻ. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞ അഞ്ജലിയെ കുറിച്ച് കൂടുതലായി പറയേണ്ടി വരും. കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കണമെന്നും പറയേണ്ടി വരും. എടാ പറയാൻ, സത്യം പറയാൻ. എന്ത് പറ്റിയടാ നിനക്ക്? അത് അമ്മ, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ചെറിയ ആക്സിഡന്റോ? കണ്ടാലറിയാലോ ഇതത്ര ചെറിയ മുറിവൊന്നും അല്ല. സത്യം പറ പ്രസാദേ, നീ ആരെങ്കിലും വഴക്കുണ്ടാക്കിയതാണോ? ഓ എന്റെ അമ്മയും, സത്യം ഞാനീ പറയുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് പറ്റിയ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ 2 സ്റ്റിച്ച് കിട്ടു. ഇടയ്ക്ക് മരുന്ന് വെക്കണം, തന്നിരിക്കുന്ന 1-2 ടാബ്ലറ്റും കഴിക്കണം, അത്രേ ഉള്ളൂ. 3-ാം ദിവസം പാടുപോലും ശരീരത്തിൽ കാണത്തില്ല, ഉറപ്പാ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭഗവാന്റെ മുമ്പില് എന്ന് വിളക്ക് തെളിയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഒരേ ഒരു കാര്യം മാത്രം, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരില്ലേ എന്ന്. ഭഗവാനാ നിന്നെ കാത്തത്. എന്നെ കാത്തത് ഭഗവാനല്ലമ്മേ, ജീവിച്ചിരിക്കുന്ന ഒരു ഭഗവതിയാ, ഒരു ദേവതയെന്നും പറയാം. ദേവതയോ? ആരാത്? അമ്മ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അയച്ചതാവും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ദേവതയുടെ പേര് അഞ്ജലി എന്നാണമ്മേ. അവള് വ്രതമെടുത്ത് തിരിച്ചു പിടിച്ചതാ എന്റെ ഈ ജീവൻ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, തീർച്ചയല്ലേ? ഇല്ലമ്മേ, തീർച്ചയാ. എന്തായാലും ഇന്നിനി പോകാനൊന്നും നിൽക്കണ്ട, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അയ്യോ, അത് മാത്രം പറയല്ലേ അമ്മേ. ഒരു 100 കൂട്ടം ജോലികൾ ബാക്കി കിടക്കുക അവിടെ. താമസിക്കാതെ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉച്ച കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛനും അമ്മയെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ വന്നത്. പോവാതെ പറ്റില്ലമ്മേ. പിന്നൊരു കാര്യം, ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അറിഞ്ഞെല്ലാരും വിഷമിക്കല്ലേ. അമ്മയായിട്ട് ഇനി ആരോടും പറയാൻ നിൽക്കരുത് പ്ലീസ്. അല്ല, അമ്മ എന്തേ കൊണ്ടുവന്നത്? സാരിയാണല്ലോ, ഇതാർക്കാ? അഞ്ജലിമോക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാ. ആർദിക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും. ശരി, ആയിക്കോട്ടെ. മെല്ലെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാവൂ കേട്ടല്ലോ മോനെ, എന്തേലും പറ്റി അറിയാലോ. ഏയ് ഒന്നുമില്ലമ്മേ. അമ്മ കണ്ണു തുടച്ചേ, ഇറങ്ങാൻ പോവാ ഞങ്ങള്. കണ്ണീര് കാണിച്ചു വേണ്ട യാത്ര പറച്ചില്. അപ്പോഴിനി അടുത്ത വരവിന് കാണാം. നിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഇനി ഞാനായിട്ട് മുടക്കമൊന്നും പറയുന്നില്ല. അവരിറങ്ങിയോ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.